മുതലപ്പൊഴിയിൽ തുടർ സമരങ്ങൾ ആലോചിക്കാൻ സംയുക്ത സമരസമിതി ഇന്ന് വൈകിട്ട് യോഗം ചേരുകയാണ്. പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച ചിറയൻകീഴ് MLA വി ശശിക്കെതിരെ രാഷ്ട്രീയമായി കൂടി ഈ വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഒരു നീക്കം. MLA ഓഫീസിലേക്ക് ഇന്ന് 2 വ്യത്യസ്ത മാർച്ചുകളും നടക്കുന്നുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലിം, ഗുഡ് മോർണിംഗ്. ഈ മുതലപ്പൊഴിയിലെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനാകാത്തത് എന്തുകൊണ്ടാണ്? സമരത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. മുതലപ്പൊഴിയെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്ററിന് ശേഷം സമരം ഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നു മുതൽ വലിയ സമരങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഒരു സംയുക്ത സമരസമിതിയുടെ യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷമാകും തുടർ സമരങ്ങളെക്കുറിച്ചുള്ള ആലോചന നടക്കുക. ഏതൊക്കെ നിലയിലാകും സർക്കാരിനെ പ്രതിസന്ധിയിലോ പ്രതിരോധത്തിലോ ആക്കുന്ന നിലയിൽ ഈ സമരം നടത്തുക എന്നുള്ളതാണ് അവരുടെ ആലോചന. അതിനിടയിൽ ഈ സമരത്തെ, മുതലപ്പൊഴി വിഷയത്തെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് ചിറയൻകീഴ് MLA വി ശശിയുടെ ഓഫീസിലേക്ക് മാർച്ച്, 2 വ്യത്യസ്ത മാർച്ചുകൾ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചാണ്. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന് തൊട്ടു പിന്നാലെ DKTF മാർച്ചും MLA ഓഫീസിലേക്കുണ്ട്. മുതലപ്പൊഴിയിൽ ഇതിനു മുൻപും വളരെ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്തും ഒരു വിധത്തിലും അവിടുത്തെ MLA എന്ന നിലയിൽ വി ശശി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം MLAക്കെതിരെ കൂടി തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനിടയിൽ സംയുക്ത സമരസമിതിയും സർക്കാരിന്റെ വീഴ്ച എന്ന നിലയിലാണ് ഇപ്പോൾ ആ കാര്യത്തെ നോക്കിക്കാണുന്നത്. കാരണം ഈ ആദ്യം പൊഴി മുറിക്കാനെത്തുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ നീക്കം പരാജയപ്പെട്ടതോടുകൂടി ഡ്രഡ്ജർ എത്തിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും രണ്ടാമത്തെ ഡ്രഡ്ജർ, അതായത് കപ്പാസിറ്റി കൂടിയ ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഡ്രഡ്ജർ എത്തിക്കുന്നത് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതിൽ മുതലപ്പൊഴിയിലുള്ളവർക്ക് മറുപടി നൽകാനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഡ്രഡ്ജർ എത്തിക്കും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, പൊഴി മുറിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുകൂടി അന്നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. ഇതിനെല്ലാം ഈസ്റ്റർ കഴിയാൻ കാത്തിരുന്നതാണ്. സ്വാഭാവികമായും ഇനി സർക്കാർ തലത്തിൽ ഒരു ചർച്ചയും അതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെ മുതലപ്പൊഴിക്കാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആദ്യം പൊഴി മുറിക്കുക എന്ന നടപടിയിലേക്കും അതിന് പിന്നാലെ തന്നെ മണൽ പൂർണ്ണമായും ഡ്രഡ്ജർ എത്തിച്ച് നീക്കം ചെയ്യുക എന്ന നടപടിയിലേക്കും കടക്കാനാണ് ഇപ്പോൾ സർക്കാരിനെയും തീരുമാനം. അതിനെങ്ങനെ സമരക്കാർ പ്രതിരോധിക്കും, അതിനെന്ത് നടപടിയാണ് അവർ ആലോചിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ നിർണായകമാണ്. സ്മിത, പ്രവിത. ഇന്നാണ് ആ നിർണായക യോഗം ചേരുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.